യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, ഇന്ന് ഡിസംബർ മാസം 8-ാം തീയതി തിരുസഭയിൽ ഇന്ന് പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ആചരിക്കുകയാണ്. തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് നേരുകയാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള തിരുസഭയുടെ വിശ്വാസ സത്യമാണിത്. പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ്. അമ്മയുടെ ഉത്ഭവം മുതൽ അമ്മ വിശുദ്ധിയിൽ ജീവിച്ചു, വിശുദ്ധിയിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ദിനം നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത് അത് തന്നെയാണ്. കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി. പരിശുദ്ധ അമ്മ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് പറഞ്ഞത്, ഞാൻ അമലോത്ഭവയാണ്, ഞാൻ അമലോത്ഭവയാണ്. പ്രിയപ്പെട്ടവരെ, അമലോത്ഭവ മാതാവിൻ്റെ പ്രത്യേകമായ സഹായം തേടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. അമ്മ വഴി ഒത്തിരി അനുഗ്രഹങ്ങൾ സ്വർഗം ഇന്ന് നമുക്ക് തരട്ടെ. ഞാനൊരു ഇടവകയിൽ കൊച്ചച്ഛനായിരിക്കുന്ന സമയത്താണ് പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ രൂപം പ്രത്യേകം വെഞ്ചരിച്ച് പ്രാർത്ഥിച്ച് ആ റൂമിൽ വെച്ചു. പിന്നീട് 7 വർഷമായിട്ട് അച്ഛൻ ഇപ്പോൾ ഈ യൂട്യൂബിൽ വീഡിയോ നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ പുറകിൽ കാണുന്ന പരിശുദ്ധ അമ്മയുടെ ഈ അമലോത്ഭവ മാതാവിൻ്റെ രൂപം ഇപ്പോൾ 7 വർഷം പൂർത്തിയാകുകയാണ്. ഈ രൂപം എൻ്റെ പ്രാർത്ഥനാ മുറിയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ ശക്തമായ സഹായം, സംരക്ഷണം എൻ്റെ ജീവിതത്തിലുടനീളം അനുഭവിക്കാനായിട്ട് ഇടവന്നിട്ടുണ്ട്. അമലോത്ഭവ മാതാവിൻ്റെ സഹായം തേടി പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, നീയും ഇന്ന് പ്രാർത്ഥിക്കുക. അമ്മയുടെ ഉത്ഭവം മുതൽ അമ്മ വിശുദ്ധിയിലായിരുന്നു. പാപത്തിൻ്റെ ഒരു കറ പോലും അവളുടെ ജീവിതത്തിൽ ഏശിയിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം, വിശുദ്ധിയിൽ ജീവിക്കാൻ. പരിശുദ്ധ അമ്മയെ പോലെ കൂടുതൽ കൂടുതൽ വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ 25 നോമ്പിലൂടെ കടന്നു പോവുകയാണല്ലോ. കൂടുതൽ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമലോത്ഭവ മാതാവിൻ്റെ ഈ തിരുനാൾ ദിനം പരിശുദ്ധ അമ്മ വഴി ഒത്തിരി അനുഗ്രഹങ്ങൾ സ്വർഗം ഞങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.